വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. സർപ്പത്തിൻ്റെ ദോഷമുണ്ടെങ്കിൽ, അതായത് നാഗദോഷങ്ങളുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മന്ത്രവിധികളുണ്ടോ എന്ന് ഒരു സുഹൃത്ത് ചോദിക്കേണ്ടായി. അപ്പോൾ സർപ്പങ്ങളുടെ ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതായ അവരുടെ ഉപദ്രവങ്ങൾ വരാം. അത് ചിലപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നല്ല കർമ്മികളാണെങ്കിൽ, കർമ്മങ്ങൾ ചെയ്തു വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു കൈ നോക്കാം. അവർ ചെയ്തു വരുന്ന കർമ്മക്രിയകളിൽ കൂടെ ചിലപ്പോൾ ആവാഹിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്ത് കർമ്മിയാണോ എന്തോന്നും അറിയില്ല, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവെ സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ സർപ്പദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. സർപ്പദുരിതങ്ങളൊക്കെ ഉള്ള വീടുകൾ എന്ന് പറയുമ്പോൾ ഈ പാമ്പും പട്ടയും എന്ന് പറയും. പഴയ കാലത്തുള്ളതായ ഈ സർപ്പക്കാവുകൾ കാടുകളായിട്ട് കിടന്നിരുന്ന, അവിടെ പ്രതിഷ്ഠ വെച്ചിരുന്നതായ പലതരത്തിലുള്ളതായ ദേവനാഗങ്ങൾ, അസുരനാഗങ്ങൾ, ഗന്ധർവനാഗങ്ങൾ, അങ്ങനെ ഒരുപാട്. നമ്മൾ ചിലപ്പോൾ ഒരു ശില മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ല് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരുപാട് നാഗദൈവങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ ആവുന്നതായിട്ടുള്ള ഈ സർപ്പപ്പുറ്റുകൾ, അതൊക്കെ അവരുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും കാരണവശാൽ അവർ തച്ചുടയ്ക്കപ്പെട്ട്, അല്ലെങ്കിൽ അവരെ ഈ നശിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ അന്നം മുടിയാന്ന് പറഞ്ഞ രൂപത്തിലൊക്കെ നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് പോകേണ്ടതോ ഒക്കെ വരുമ്പോൾ ഇവരെ ഒഴിവാക്കേണ്ടതൊക്കെ അങ്ങനെ പല രൂപത്തിലായിരിക്കാം. അത് കൈമാറി വന്ന് മണ്ണിട്ട് അടിച്ച്, ഇപ്പോൾ ഒരു കുളമാണ് വെച്ചാൽ കുളത്തിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വെച്ചാൽ മണ്ണിട്ട് തൂർത്ത്, അല്ലെങ്കിൽ JCB വെച്ചിട്ടുള്ളത് കാടും മടലൊക്കെ അടിച്ച് വൃത്തിയാക്കി മരങ്ങളൊക്കെ മുറിച്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളും വളരെ നല്ലതായിട്ട് ഇരിക്കുന്ന സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ടുള്ള പല ആളുകളും പെട്ടിട്ട് കിടക്കുന്നു. സുഖമായിട്ടൊന്ന് ഉറങ്ങാനോ സുഖമായിട്ടൊന്ന് ഇരിക്കാനോ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള വീഴ്ചകൾ, അവരായിട്ടുള്ളതായ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ മക്കൾ കല്യാണം കഴിച്ചിട്ടുള്ളവരുണ്ട് വെച്ചെങ്കിൽ അവർ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഭാര്യയും ഭർത്താവും വിട്ടുപിരിഞ്ഞു പോകുന്ന അവസ്ഥ, ആരെങ്കിലും അവിടെ ഉണ്ടാകില്ല. അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ സർപ്പദോഷങ്ങളുള്ള സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ശരീരത്തിലൊക്കെ ഇങ്ങനെ അലർജികൾ, ത്വക്ക് രോഗങ്ങൾ വരുന്നതായിട്ടുള്ള സംഭവം കണ്ടിട്ടുണ്ട്. അതുപോലെ മത്സ്യമാംസങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ മത്സ്യമാംസങ്ങളൊക്കെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ അടിയുണ്ടാകുക എന്നാണ്. അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ആകെ മാന്തി പൊളിക്കും. അതൊക്കെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാലും ഈ സർപ്പക്കാവ് ഉണ്ടായിരുന്ന ഭാഗത്ത് അവരുടെ വീട് അല്ലെങ്കിൽ അടുക്കള ഒക്കെ ഉണ്ടാകുക. അപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ അത് വിട്ടുപോയാലും അവരുടെ ആ സംഗതി അവിടെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുള്ളിടത്തോളം കാലം അവർക്ക് അവിടെ ജീവിക്കാനായിട്ട് കഴിയില്ല. അതേപോലെ തന്നെ മെൻസസ്സാവുന്ന ആളുകളുണ്ട് വെച്ചെങ്കിലും അതും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ അവിടെ ഇത്തരം സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആ സർപ്പക്കാവ് അവിടെ ഉണ്ടായിരുന്ന അവരെ പറമ്പിൽ തന്നെ പെട്ടിട്ടുള്ളത് കുറച്ച് നീങ്ങിയിട്ടാണെങ്കിൽ ചിലപ്പോൾ വിരോധം ഉണ്ടാവില്ല. അത് വെറും ഭൂമിയായിട്ട് കിടക്കണമെങ്കിൽ കുഴപ്പമില്ല. അത് വീടിൻ്റെ ഉള്ളിലേക്കാണ് ആ സാന്നിധ്യം വന്നിട്ടുള്ളത്. വളരെ പ്രശ്നങ്ങളാണ്. സർപ്പദോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക്, അദ്ദേഹം ഒരു ഇസ്ലാം കുട്ടിയാണ്. അതുകൊണ്ട് പ്രേതദോഷമല്ല, ഈ സർപ്പദോഷങ്ങൾ വരരുതൊന്നുമില്ല. അദ്ദേഹത്തിന് ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം വീടിൻ്റെ അകത്തുനിന്ന് പുറത്ത് പോകാത്തൊരു സിറ്റുവേഷനായി. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നമാണ്. അത് സർപ്പദോഷങ്ങൾ വന്നു കഴിഞ്ഞ് സാധാരണ അങ്ങനെ കാണാറുണ്ട്. ഈ സ്ത്രീകളൊക്കെ ആണ് വെച്ചെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങൾ, ഇവിടെ എന്തോ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചാലും അത് തൃപ്തി വരുന്നില്ല, എന്തോ തടഞ്ഞിരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. മിക്കവാറും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവണോ, വയറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അതൊരാളോടും പറയാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി അനുഭവിച്ചു വരുന്ന, അല്ലെങ്കിൽ കുട്ടിയുടെ പ്രവർത്തനത്തിൽ, സംസാര രീതിയിൽ, പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ വീട്ടുകാർ ഡോക്ടറിനെ കാട്ടാനായിട്ട് തുടങ്ങി. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ ഇയാൾക്ക് ഒന്നുമില്ല എന്നുള്ളൊരിത് വന്നു. അങ്ങനെയാണ് പിന്നീട് നമ്മൾ ജ്യോത്സ്യന്മാരെ കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവരുടേതായ തരത്തിലുള്ളതായ കർമ്മികളെയൊക്കെ കാണിച്ചു. അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ലാതെ വന്നപ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കണ്ട് സർപ്പത്തിൻ്റെ ദുരിതങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു.
അത് അറിഞ്ഞതിന് ശേഷം പ്രശ്നം നോക്കുമ്പോൾ കൃത്യമായിട്ട് സർപ്പത്തിൻ്റെ രാഹു ബാധയിലാണ് കിടക്കുന്നത്. അപ്പോൾ മോൾക്ക് എന്താണ്ടായി ഏതുണ്ടായി എന്നുള്ളത് ചോദിച്ചറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പ് അങ്ങനെ ഇരിക്കണം അവിടെ, ഈ ചുടുകാട് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഖബർസ്ഥാൻ്റെ അടുത്ത് അവിടെ ഒരു പാമ്പ് ഇരിക്കുന്നു. ആ പാമ്പിനെ കണ്ടു പേടിച്ചു. പിന്നെ ആ കുട്ടി പാമ്പിനെ എപ്പോഴും കാണാം. ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്താലും കഴിക്കണില്ല. അങ്ങനെ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാണ്ടായി. ഭക്ഷണം കഴിക്കാണ്ട് ഓരോ ദിവസം കഴിയുന്തോറും ശരീരമൊക്കെ ഇങ്ങനെ എല്ലിച്ച് അങ്ങനത്തെ ഒരു ശരീരത്തിൽ മാംസം ഇല്ലാണ്ടായി. കാരണം ഭക്ഷണം കഴിക്കില്ല. കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോണ്ടേ, കക്കൂസ് പോണ്ടേ. ഇതൊന്നും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പേടി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് ആരോടും പറയുന്നില്ല. അല്ലെങ്കിൽ കുട്ടീനെ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നില്ല, നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അത് കേൾക്കാൻ ഇതില്ല എന്നുള്ളതിൽ അവൻ പറയാണ്ടിരുന്നത്. അങ്ങനെ കർമ്മം ചെയ്ത് നോക്കുമ്പോൾ, കർമ്മം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഇത് സർപ്പത്തിൻ്റെ ദോഷങ്ങൾ ആ പരിസരത്തുണ്ട്. അപ്പോൾ അവർ വീടാണെങ്കിൽ അടുത്താണ് മേടിച്ചിട്ടുള്ള ആ സ്ഥലം. അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തു. കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഓളിയിടണു, കരയണു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളോട് പറയണത്, ഞാൻ ഇന്ന മാതിരി ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇന്ന മാതിരി അനുഭവിച്ചിരുന്നു. അത് എന്നോട് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വയറ്റിൽ ഞാൻ കുട്ടികളൊക്കെ ഉണ്ടാക്കും, നിറയെ പാമ്പും കുട്ടികളാക്കും. ആ ഒരു പേടി, ആ ഷോക്ക് പെട്ടെന്ന് ആളുടെ മനസ്സിലിരുന്നിരുന്നു. തന്നെയല്ല, ഈ കുട്ടീനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ രാത്രിയായി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ആരോ വരുന്നുണ്ട്, ആളുടെ ശരീരത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ശരീരത്തിനൊക്കെ തളർച്ച ഉണ്ടാക്കുന്നു, കനം ഉണ്ടാക്കുന്നു. ഇയാൾക്ക് പറയാൻ പറ്റാത്ത, ഇയാൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത സുഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അതിൻ്റെ അവസാനത്തിലാണ് ഈ കുട്ടി ഒരു കോലത്തിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ സർപ്പങ്ങൾ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ പല തരത്തിലാണ് അത് പ്രതിഫലിക്കുക, ഒരു തരത്തിലല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളും ചിലപ്പോൾ അതൊരു വ്യക്തിക്ക് ചിലപ്പോൾ കർമ്മം ചെയ്തിട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല, ആക്കാൻ പറ്റുന്നവരുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കർമ്മികളാണെങ്കിൽ ചിലപ്പോൾ ഒരു കൈ നോക്കാം. ഇപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞ് സുദർശനോ തൃഷ്ടുപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതാച്ചും കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ഹോമസംഖ്യ വർദ്ധിപ്പിച്ച് അതിലേക്ക് ആവാഹിക്കാൻ പറ്റും, സർപ്പപ്രതിമയിലേക്ക് ആവാഹിക്കുകയോ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതും അവരുടെ വീട്ടിലെ സർപ്പത്തിൻ്റെ ദുരിതങ്ങൾ, സർപ്പദോഷങ്ങൾ എന്ന് പറയുമ്പോൾ സർപ്പക്കാവ് നശിക്കുകയോ നശിപ്പിച്ചിട്ടുള്ളതോ, അല്ലെങ്കിൽ ചിലവരൊക്കെ നിധിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റുകളൊക്കെ തകർക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പാമ്പിനെ കൊല്ലുക, തീയിടുക, ജീവനോട് കൂടി തീയിടുക. അതിനൊന്നും പരിഹാരമില്ലാത്തൊരു സംഭവങ്ങളാണ്. ഏതിനും പരിഹാരമില്ലായ്മയില്ല, എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചതിന് തീരണം. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നീട് അത് കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രതിമയിലേക്കൊക്കെ ആവാഹിച്ചിട്ട് അതിന് സുഖമില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ് റിസൾട്ട് വന്നത്. പിന്നെ സാധാരണ പോലെയായി അദ്ദേഹം. അങ്ങനെ ഇതേപോലെ തന്നെ വേറൊരു കഥയും കൂടി പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്ത് കിണർ പണിക്ക് പോകുന്നതാണ്. മെയിനായിട്ട് അവന് കിണർ പണിയാണ്, കൂലിപ്പണി എന്നുള്ളതിൽ. അപ്പോൾ അദ്ദേഹം പണിക്ക് പോയിരുന്ന സമയത്ത് ഈ കിണർ കുഴിച്ച് താഴത്തേക്ക് എത്തുമ്പോഴേക്കിനും പല തട്ടിലും പാമ്പുകൾ കാണാം, തവളകൾ കാണാം. അതും പല തരത്തിലുള്ളതായ ഉറപ്പുള്ള മണ്ണ്, ഇളകിയ മണ്ണ്, പാമ്പിൻ്റെ എല്ലാ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കിളച്ച് പോയ സമയത്ത് ഒരു 4-5 കോല് താഴ്ചയിലേക്ക് എത്തിയപ്പോൾ ഒരു പാമ്പിനെ. അപ്പോൾ കിളച്ച് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ മണ്ണ് കോരണതിൽ പാമ്പാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ കൈക്കോട്ടുകൊണ്ട് തന്നെ അതിനെ അടിച്ചു കൊന്നു. കാരണം ഇപ്പോൾ വേറെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനൊരു ബുദ്ധിയാളുടെ മനസ്സിലും ഇല്ല. പാമ്പിനെ ഉപദ്രവിക്കരുതെന്ന് മനസ്സിൽ തോന്നിയിട്ടില്ല. ഈ രണ്ടാൾ കിളയ്ക്കാനും കോരാനും നിൽക്കുന്നതിൻ്റെ ഇടയിൽ പാമ്പിനെ കാണുന്നത്. പാമ്പിനെ വിട്ട് കഴിഞ്ഞാൽ അതങ്ങനത്തെ നല്ല തിരക്കേടില്ലാത്തൊരു പാമ്പായിരുന്നു, വലിയ പാമ്പാണ്. അതിനെ കൊന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇദ്ദേഹം എവിടെ നോക്കിയാലും പാമ്പാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാലും ഉറങ്ങാൻ കിടന്ന മുകളിലാവും പാമ്പിങ്ങനെ ചുറ്റിയിട്ട് ഇപ്പം വീഴും എന്ന് തോന്നും. അല്ലെങ്കിൽ അങ്ങനെ പത്തി വിരിച്ചാണ് അത് ചീട്ട് കളിക്കാനൊക്കെ കുറേ അധികം നേരം അദ്ദേഹം കളിക്കാനൊക്കെ നേരം ഉപയോഗിക്കും ഒഴിവ് സമയങ്ങളിൽ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ആണ് ഇയാളുടെ അടുത്ത് പാമ്പ്. അങ്ങനെ ചാടി എണീക്കും, കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റൊരാളോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എവിടെ ചെന്നാലും പാമ്പ്. ആ പാമ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതപ്പെടുത്തി തുടങ്ങി. അങ്ങനെ പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണി സ്ഥലത്ത് പോയാലും ഇയാളെ എവിടെ കൈ വെച്ചാൽ അങ്ങ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ആകെ വെറുപ്പും പേടിയും കൂടിയായി. ഒരു മനുഷ്യനെ എന്ത് കണ്ടാലും അത് അറപ്പ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപദ്രവിക്കാത്ത സാധനമാണെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് ഈ ഒരു അറപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ വഴിക്ക് പോകാനായിട്ട് തോന്നില്ല. ഇദ്ദേഹം എവിടെ ഇരുന്നാലും എവിടെ നോക്കിയാലും പാമ്പാണ്. അങ്ങനെ അയാൾക്ക് ആ പാമ്പിൻ്റെ ശല്യം കൊണ്ട് ഇദ്ദേഹം
മരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യാസം തോന്നിയപ്പോൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കണമെന്നില്ല, പാമ്പാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കുറേ അമ്പലങ്ങളിലൊക്കെ പോയി, എനിക്ക് ശരിയാവണില്ല എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിനെ വേറെ ആൾ നോക്കി കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇല ഉണ്ടായിരുന്നില്ല, ഇല, വാഴയുടെ ഇല. അപ്പോൾ പറഞ്ഞു 4 ഇല മുറിച്ചോളൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രാത്രിയായിരുന്നു. ഇയാൾ ഇല മുറിക്കാനായിട്ട് വാഴയുടെ അത് പിടിച്ചതും അത് പാമ്പാണ്. അങ്ങനെ പാമ്പ് ഇയാളെ കൈമ ചുറ്റി അങ്ങനെ ഓടിയിട്ട് വരുന്നു. അതിനുശേഷം പിന്നെ കർമ്മമാണ്. ആ കർമ്മത്തിൽ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു, ആവാഹിച്ചു മാറ്റി. അതിനുശേഷം പിന്നീട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ദോഷങ്ങൾ, പാമ്പിൻ്റെ സർപ്പബാധകളായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തന്നെ നമുക്ക് അവരനുഭവിക്കുന്ന ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിലാണ് അവർക്ക് അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുക. അത് ചിലത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾ ബാംഗ്ലൂർ വെച്ചിട്ട് അവിടെ ആ കുട്ടികൾ അവർക്ക് അനുഭവിക്കുന്ന ദോഷത്തിനെ പ്രശ്നമുഖാന്തരം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഇന്നമാർ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ വിട്ടുമാറുമെന്ന് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യരുത്, എങ്ങനെ ചെയ്താലും അത് ശരിയാവില്ല എന്നുള്ളത് വ്യാഴം മറിഞ്ഞൊരു ആശയമാണ് നമുക്ക് പലതവണ കിട്ടിയിരുന്നത്. അതെന്താണെന്ന് അറിയുമ്പോൾ അവർക്ക് കുറച്ച് സ്ഥലം ഭാഗമായിട്ട് ഷെയർ കിട്ടിയതാണ്. അതിൽ വീട് വയ്ക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ സർപ്പക്കാവ് ഉണ്ടായിരുന്ന മനഭൂമിയാണ്, സർപ്പക്കാവാണ് എന്നുള്ളത് അവർക്കറിയാം. അവിടെ ഉണ്ടായിരുന്നത് സർപ്പക്കാവ് ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് അവർക്ക്, പിന്നെ അവിടെ അധികം സ്ഥലമില്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ അത് അവരുടെ യോഗമോ ആ സ്ഥലത്ത് തന്നെ വീട് വയ്ക്കാനുള്ള തീരുമാനമുണ്ടായി. അങ്ങനെ മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന സമയത്ത് വലിയൊരു പുറ്റുണ്ടായിരുന്നു. ആ പുറ്റിനെ അടിച്ചുടച്ചു. അതിൻ്റെ അടുത്തൊരു മരമുണ്ട്. അങ്ങനെ ഇവർ തറപ്പണിയുടെ ആരംഭം വയ്ക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു പാമ്പ് ഈ പൊത്തുനിന്ന് കയറി വരിക. ആ പൊത്തുനിന്ന് കയറി വരുന്ന പാമ്പിനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ പാമ്പ് എന്നെ അടിച്ച് നോക്കുമ്പോൾ ഈ പാമ്പ് തന്നെ അവരുടെ മക്കൾ ഈ പരിസരത്ത് നിന്ന് കളിക്കുന്നുണ്ട്, ചെറിയ മക്കളാണ് കളിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് വന്നിട്ട് കാലിൻ്റെ ഇടകൂടെ വന്നിട്ട് പത്തി വിരിച്ചിട്ട് ഇവരിനൊന്നും ചെയ്യുന്നില്ല, മക്കളൊന്നും ചെയ്യുന്നില്ല. അത് അരുതേ എന്നുള്ളതല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ മക്കളുണ്ട്, കുട്ടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഞങ്ങൾ ജീവിക്കണം, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് എന്തതിലോ അത് പത്തി കൊണ്ട് തന്നെയാണ്. സംസാരിക്കാനായിട്ട് പറ്റില്ല, എന്താ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അരുതേ എന്നുള്ള രൂപത്തിൽ അവർ തലകൊണ്ടൊക്കെ ഇട്ട് പത്തി വിരിച്ചാട്ടി കുറേ നേരം നിന്നിട്ട് അദ്ദേഹം വരില്ല എന്നുള്ള ഉറപ്പിലാണ് തിരിച്ചു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ ഇതിന് വിലക്കിയിട്ടോ അവിടെ ചെന്ന് കയറുമ്പോഴേക്കിനും വേറെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കമ്പിപ്പാരിട്ടിട്ട് കുത്തി നശിപ്പിച്ചതിനിട്ടിട്ട് ആകെ പീസാക്കി. അതിനുശേഷം ആ കുട്ടികൾ പിന്നെ അവർക്ക് വീട് പണിയാൻ പറ്റിയിട്ടില്ല. വീട് പിന്നെ പണിതെങ്കിലും അവിടെ താമസിക്കാൻ പറ്റിയില്ല അവർക്ക്. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി. ഇന്ന് ആ കുട്ടികൾ ഭ്രാന്താണ്, ശരീരത്തിൽ മൊത്തം കറുപ്പ് കലകളായി. അതിൽ പാണ്ഡുരോഗമാണെന്ന് വെച്ചാൽ പാണ്ഡുരോഗമല്ല, അതിങ്ങനെ മാന്തി പൊളിച്ചിരിക്കുക. അതിലൊരു കുട്ടി തീരെ പുറത്തേക്ക് ഇറങ്ങും, നല്ല വിദ്യാഭ്യാസമുള്ളതാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന കുട്ടിക്കാണെങ്കിലോ അത് ആകെ മാന്തി പൊളിച്ച് വെള്ളം ഒലിച്ചിട്ട് പോകുന്ന തക്കാളി മുറിച്ചാൽ അങ്ങനെ അതേപോലുള്ളതായ അവസ്ഥകളാണ്. അച്ഛൻ നല്ല സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നതാണ്. ആ സാമ്പത്തികമായ ഉന്നതിയിൽ നിന്നൊക്കെ അദ്ദേഹം പിന്തള്ളി. അതിനെന്തുകൊണ്ടും അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിലായി. അപ്പോൾ അത്രയും കടുത്ത ശാപങ്ങൾ, കടുത്ത ഉപദ്രവങ്ങളായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളതിന് പരിഹാരങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്താലും അത് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ടായി. അതേപോലെ ഞാൻ സന്ധ്യ ആയി കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് പാമ്പ് ഇങ്ങനെ വന്ന് കയറണത് ആ കുട്ടിക്കറിയാം. അത് വന്നു കഴിഞ്ഞാൽ കുറേ സമയത്തേക്കൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതൊരു എടുക്കാത്തൊരു പൈസ പോലെ ഒരു 1000-ൻ്റെ നോട്ട് 2000-ൻ്റെ നോട്ടായാലും അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ ആ നോട്ടുണ്ടായിട്ട് എന്താ കാര്യം? അതേപോലുള്ളതൊരവസ്ഥയിലായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് കുറേയൊക്കെ നല്ല അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങളൊക്കെ തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത കുറച്ചങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ബാംഗ്ലൂരത്തെ ഈ പിള്ളേർക്ക് വന്നിട്ടുണ്ടായിരുന്ന കാര്യത്തിനെ തീർക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത്രയും ദ്രോഹമാണ് അവരോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികം, ബസ്, കാറ്, അത് ഇതെല്ലാം ഉണ്ടായ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. എല്ലാം നശിച്ചു. ഇപ്പോൾ ഒന്ന് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു വാടക വീട്ടിൽ കിടക്കുകയാണ്. തന്നെയല്ല 2 പെൺകുട്ടികളുള്ളത്. ആ ഒരു കുട്ടി റൂമിൽ നിന്ന് പുറത്ത് കിടക്കില്ല, ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേക സമയങ്ങളിൽ ആരൊക്കെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പുറത്ത് നിന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നു, അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ. അപ്പോൾ ആരോടൊക്കെ ചിരിക്കുന്നു, കരയുന്നു, പരിഭവങ്ങൾ പറയുന്നു, ആ രൂപത്തിലേക്കായി എത്തി. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും സർപ്പദോഷങ്ങളോ അവരുടെ ആ കുലമുടിക്കുക എന്ന് പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
അത് പ്രത്യേക തരത്തിലാണ് ഓരോരുത്തരുടെ ശരീരത്തിലുണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ചിലപ്പോൾ ശരീരത്തിലൊക്കെ മൊത്തം പാണ്ട്, ആനയുടെ ഈ ചുണങ്ങ് പോലെ അങ്ങനെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ചുണ്ടടക്കമുള്ളത് ഇങ്ങനെ കളറ് പോയിട്ടുള്ളതായ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നാശങ്ങൾ, അവരുടെ എല്ലാ ഐശ്വര്യം നശിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് ചൈനയിലൊക്കെ ഓരോരുത്തർ പാമ്പിനെ ജ്യൂസ് വയ്ക്കുന്നു, പാമ്പിനെ അത് വെച്ചിട്ട് കറി വയ്ക്കുന്നു, വറക്കുന്നു, പൊരിക്കുന്നു. അവിടെ അതിൻ്റെ ദോഷങ്ങളുണ്ടോ ശാപങ്ങളുണ്ടോ നമ്മൾ അറിയാൻ പോകാറില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ സർപ്പത്തിൻ്റെ ദുരിതമായിട്ട് വരുന്നവർ, അല്ലാത്തവരോട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സർപ്പത്തിൻ്റെ ദുരിതമായിട്ട് വരുന്ന ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്കൊക്കെ ഇതിൻ്റെ സർപ്പദുരിതത്തിനെ സംബന്ധിക്കുന്ന തരത്തിൽ വീട്ടിൽ കഷ്ടങ്ങളോ ദുരിതങ്ങളോ ആപത്തുകളോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ സന്താനങ്ങൾക്ക് നാശങ്ങളോ മക്കളുണ്ടായി സംസാരശേഷി ഇല്ലാതിരിക്കുന്നതോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സന്തോഷത്തോടെ ജീവിതം, അങ്ങനെ പലതരത്തിലും വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സർപ്പദോഷങ്ങളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാണെന്നറിയാം. അപ്പോൾ ഇനിയിപ്പോൾ സർപ്പങ്ങളെ പ്രതിഷ്ഠിക്കേണ്ട, അവർ വീട്ടിൽ സർപ്പത്തിൻ്റെ കാവുണ്ടായിരുന്നു നശിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് കർമ്മം ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ശരിയായി വന്നോളണമെന്നില്ല. അതിനെ സർപ്പത്തിനെ പ്രതിഷ്ഠ വെച്ചിട്ട് കുടിയിരുത്തി നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ല, ഇതിൻ്റെ പരിഹാരം എന്നുള്ളതിൽ അത്യാവശ്യം കർമ്മങ്ങൾ ചെയ്ത് ഈ സർപ്പത്തിനോട് കൂടി മറ്റുള്ളതായ മൂർത്തികളുണ്ടോ, അവരുടെ ഉപാസകന്മാരുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അതിന് കൃത്യം അതിന് പരിഹാരങ്ങൾ ചെയ്ത് പ്രത്യേകാൽ സർപ്പങ്ങൾക്ക് ആ സർപ്പപ്രതിമ, പുറ്റ്, മുട്ട ഇതിലേക്കൊക്കെ അതിൻ്റെ ദോഷത്തിന് ആവാഹിച്ച് കൃത്യമായതിനു ശേഷം അത് നല്ല സർപ്പക്കാവിൽ കൊടുത്ത് പാലും നൂറും കഴിക്കുക. അല്ലെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണ് ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ കൃത്യത വരണം എന്നില്ല. കർമ്മികളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയാം. അല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നോക്കണ്ട. കർമ്മികൾക്ക് അതിന് കുഴപ്പമില്ല, കാരണം അവർക്ക് കർമ്മങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ സർപ്പത്തിൻ്റെ ദുരിതങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ പരിഹാരം ചെയ്യാൻ അവരുടെ ആ കർമ്മത്തിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. എങ്കിലും കൃത്യമായിട്ട് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ നമുക്ക് കർമ്മം ചെയ്യാനായിട്ട് അറിയില്ല, ആരും പറഞ്ഞാൽ വരുന്നില്ല ഇങ്ങനവരുണ്ടെങ്കിൽ സർപ്പക്കാവിലൊക്കെ പോയിട്ട് അവരോട് വിവരം പറഞ്ഞിട്ട് ഏത് തരത്തിലാണെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, പാമ്പിനെ കൊന്നതാണോ, കല്ലെടുത്ത് എറിഞ്ഞാണോ, അല്ലെങ്കിൽ വെട്ടിക്കൊന്നതാണോ, തീയിട്ടതാണോ, അല്ലെങ്കിൽ അവർ പുറ്റ് നശിപ്പിച്ചതാണോ, അത് ഏതാണെന്ന് വെച്ചെങ്കിൽ ആ വീട്ടിലത്തെ ആ കർമ്മിയോട്, ആ സർപ്പക്കാവിലത്തെ കർമ്മിയോട് പറഞ്ഞിട്ട് ഈ സർപ്പപ്രതിമ എടുത്ത് ഒഴിഞ്ഞ് ആവാഹിച്ച് വെച്ച് സർപ്പബലിയോ അല്ലെങ്കിൽ പാലും നൂറും കഴിക്കലോ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സർപ്പത്തിൻ്റെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊത്തം അവൻ പോക്കാ, അവൻ്റെ കുടുംബം പോക്കാ. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സർവനാശങ്ങളായിട്ട് രോഗിയായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വ്രണങ്ങളായിട്ട് ത്വക്ക് രോഗങ്ങളായിട്ട് അവൻ മരണം വരെ അതേ നിലനിൽപ്പിലുണ്ടാവേണ്ട അവസ്ഥയുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ആളുകളുണ്ട് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് നോക്കിയറിയാം. എല്ലാ ത്വക്ക് രോഗവും ഇതേപോലെ സർപ്പദോഷമാണെന്ന് വിലയിരുത്തണ്ട. അത് ഡോക്ടറെ കാണിക്കുക. വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് വെച്ചെങ്കിൽ അത് നിവൃത്തിയാക്കുക. അല്ലാത്ത തരാണെന്ന് വെച്ചെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കുക. അപ്പോൾ എൻ്റെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.